മുന്നേ ഒരു ദിവസം നമ്മൾ ഹൈ ഫംഗ്ഷനിങ് ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഹൈ ഫംഗ്ഷനിങ് ആങ്സൈറ്റി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹൈ ഫംഗ്ഷനിങ് ആയിരിക്കും, അതായത് വളരെ സ്മാർട്ടായിരിക്കും, എല്ലാ വർക്കും കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കും, പോരാത്തതിന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവരൊരിക്കലും റിലാക്സ് ചെയ്യത്തില്ല, എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും. ഹൈ ഫംഗ്ഷനിങ് ആങ്സൈറ്റിയെ സൈലന്റ് ഓവർ തിങ്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് അഭിസംബോധന ചെയ്യാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഒരാളുമായിട്ട് കോൺവെർസേഷനിൽ ഏർപ്പെടുകയാണെന്നിരിക്കട്ടെ, മറ്റേ ആൾ പറയുന്ന ഓരോ വാക്കും വാചകവും അവർ കീറി മുറിച്ച് അതിനെ ഓവർ തിങ്ക് ചെയ്യും. എന്താണ് ആ വാക്ക് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്ന് ഒരുപാട് സമയമെടുത്ത് അവർ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വേഴ്സ്റ്റ് ആയിട്ടുള്ള, ആര് സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചു പോകുന്ന സീനാരിയോസ് ഇമാജിൻ ചെയ്ത് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇനി പക്ഷേ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെന്നിരിക്കട്ടെ, ആ പറ്റിയ മിസ്റ്റേക്കിനെ തന്നെ പിന്നെ റീപ്ലേ ചെയ്ത് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഓവറാൾ പറയുവാണെങ്കിൽ അവരുടെ മൈൻഡ് എപ്പോഴും ഒരു റേസിലായിരിക്കും. സമാധാനം എന്താണെന്ന് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ മോഡ് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലായത് ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളാണ് ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ്. ഒന്ന് കാമായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പഠിക്കുക ആണ് വേണ്ടത്. ഇറ്റ്സ് ഓക്കെ ടു റെസ്റ്റ് എന്ന് നിങ്ങളുടെ ബ്രെയിനിനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണം. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പെർഫെക്ഷൻ വേണ്ടെന്നല്ല, പക്ഷെ പെർഫെക്ഷനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് നമ്മുടെ പീസ് ഓഫ് മൈൻഡ്. അതിൻ്റെതായ രീതിയിലൊന്നും സ്ലോ ഡൗൺ ചെയ്ത് വരിക. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ആയാലും ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി ആയാലും ഒക്കെ ഇവർ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബമൊക്കെ നോക്കി പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ അറിയില്ല ഇവരിങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉള്ളിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്, സഫർ ചെയ്യുകയാണെന്നൊന്നും മനസ്സിലാകത്തില്ല. സോ നിങ്ങൾ മാക്സിമം അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും ഒക്കെ തുറന്ന് പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ കണ്ടീഷൻസ്. ഇതൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഇഷ്യൂസാണ്. ഹൈ ഫങ്ഷനിങ് ആങ്സൈറ്റി എന്താണെന്നൊരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും, പരിചയമുള്ള എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ഹിഡൻ ആയിട്ട് സഫർ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഇത് കാണുമ്പോഴെങ്കിലും സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ട് എനിക്ക് ഈ അവസ്ഥയിൽ നിന്നും മാറാൻ കഴിയുമെന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാകാനായിട്ടെങ്കിലും ഇത് ഹെൽപ്പ് ചെയ്യും. സോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.